ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചികരമായ പിസ്സ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. നമ്മുടെ വീട്ടിലുള്ള എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പിസ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ആദ്യം പിസ്സയ്ക്ക് വേണ്ടിയുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് തൈരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് എടുക്കുമ്പോൾ പുളി അല്പം കുറവുള്ള തൈര് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. പിന്നീട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഇത് അടച്ച് ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കതിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈസ്റ്റ് എല്ലാം നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു മൈദയും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൈദയെല്ലാം ആ ഒരു ഈസ്റ്റിന്റെ വെള്ളത്തിനകത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും ഇത് കുഴയ്ക്കാൻ നോക്കരുത്. അങ്ങനെ വന്നു കഴിയുമ്പം വെള്ളമയം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ ഒരു ചപ്പാത്തി പോലെ പിസയുടെ ആ ഒരു ചപ്പാത്തി തയ്യാറാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതേപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് കൈ കൊണ്ട് ഇത് നല്ലതുപോലെ കുഴച്ചൊന്ന് എടുക്കുക. എത്രമാത്രം കൂടുതൽ കുഴയ്ക്കുന്നോ അത്രയും തന്നെ നമ്മുടെ മാവിന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പിസ്സയുടെ രുചിക്കും വളരെയേറെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം നല്ലപോലെ കുഴച്ച് ഇനി ഇതൊരു ബോൾ പരുവത്തിലാക്കി എടുക്കണം. ഇപ്പൊ നമ്മളത് കറക്റ്റായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് സമയത്തോളം ഞാൻ ഇത് കുഴച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവ് ഇനി ഇതുപോലൊരു ബോൾ പരുവത്തിലാക്കിയതിനു ശേഷം പാത്രത്തിൽ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം ഇതിന്റെ പുറത്ത് അല്പം എണ്ണമയം ഒന്ന് പുരട്ടി കൊടുക്കുക. കാരണം ഇത് കുറേ സമയം നമുക്ക് വെക്കേണ്ടതാണ്. ആ സമയത്ത് ഇതിന്റെ പുറമൊക്കെ ഒരുപക്ഷെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് അല്പം എണ്ണമയം കൂടെ പുരട്ടിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഇതൊന്ന് അടയ്ക്കുക. അടച്ച് ഏകദേശം 1 മണിക്കൂർ സമയം ഏറ്റവും കുറഞ്ഞത് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്കിനി പിസയ്ക്ക് ആവശ്യമുള്ള തക്കാളി, അതുപോലെ തന്നെ സവോള, ക്യാപ്സിക്കം ഇവയെല്ലാം നമുക്കൊന്ന് വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തൊന്ന് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒലിവിന്റെ കായുണ്ട്, അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതും കൂടെ ഈ ഒരു പിസ്സയുടെ മേളിലൊന്ന് വെച്ചു കൊടുക്കുന്നത് ഏറ്റവും രുചികരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ വെച്ചാണ് സാധാരണ പിസ്സയൊക്കെ തയ്യാറാക്കുന്നത്. എന്നാൽ ഞാനിവിടെ തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പം അരിഞ്ഞെടുത്ത പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടി തക്കാളിയുടെ സോസാണ് ഇനിയും തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത ഈ ഒരു 3 തക്കാളി ആ വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം തക്കാളിയുടെ തൊലിയെല്ലാം കളയുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ജാറിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോള വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും 1/4 കപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ 1/4 കപ്പോളം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി മിക്സിയിൽ കൊണ്ടുപോയി നല്ല ക്രീം പരുവത്തിൽ ഇതൊന്ന് അടിച്ച് ഇതേപോലെ ഒന്ന് കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതുപോലെ ക്രീം പരുവത്തിൽ കൊണ്ടുവന്നത് ഇതിനി നമുക്കൊരു കപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇനിയും എങ്ങനെയാണ് ഈ സോസ് തയ്യാറാക്കുന്നത്, അതിനുവേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തക്കാളി പേസ്റ്റ് അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പിസ്സ തന്നെ ഇത് തയ്യാറാക്കുന്നത്. നമുക്കിതിന് ഓവൻ്റെ ആവശ്യമില്ല. അതുപോലെ മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും അവർ 4 മണിയൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇതുപോലെ പിസ്സയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് വളരെയേറെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പിസ്സയുടെ അതേ രുചി തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തത് ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചൊന്ന് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ചിക്കൻ വറുത്തെടുക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചിക്കനുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി അല്പം എണ്ണയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിലെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രുചി അല്പം കൂട്ടുന്നതിന് വേണ്ടി അജിനോമോട്ടോ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊന്നും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്പമൊക്കെ ചേർത്ത് കൊടുത്താലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ സമയം ഇതൊന്ന് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ആ എണ്ണയ്ക്കകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വെജിറ്റബിളും പിസ്സയുടെ മുകളിലിടാൻ വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കൂടുതലും സവോളയും അതുപോലെ തന്നെ ടൊമാറ്റോയും അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പിസ്സയ്ക്ക് ആ ഒരു മണമൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ്. ചിക്കൻ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് കോരി ഇതൊന്ന് മാറ്റി വെക്കുക. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, മാവൊക്കെ നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെയേറെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇങ്ങനെ വെക്കുക. അല്പം കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടെ നല്ലതുപോലെ ഈ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടിയ ഒരു മാവ് ഇനിയും ചെറിയ 3 ബോളുകളാക്കി നമുക്കൊന്ന് എടുക്കാം. ഇപ്പൊ ഞാനിവിടെ 3 പിസ്സ തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 250 ഗ്രാം മൈദയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കൊന്ന് ഇതിനകത്തേക്കൊന്ന് വെച്ചു കൊടുക്കുക. കടകളിൽ ഇപ്പോൾ നമുക്ക് ഒരു പിസ്സ വേണമെങ്കിൽ തന്നെ എത്ര രൂപ ചിലവാകും? ഏറ്റവും കുറഞ്ഞത് ഒരു 500 രൂപയ്ക്ക് അടുത്തെങ്കിലും ആകും. എന്നാൽ വെറും 100-200 രൂപ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ 2-3 പിസ്സ തയ്യാറാക്കി ആവശ്യാനുസരണം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ആ 3 ബോളുകളാക്കിയിട്ടുണ്ട് നേരത്തെ എടുത്ത ആ മൈദ. ഈ 3 ബോളുകളാക്കി ഈ മൈദ നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം. അപ്പൊ ഒരു മൈദ നമ്മൾ ബോൾ പോലെ ആക്കിയത് ഇതിനെ ഒന്ന് പരത്തി എടുക്കുക. ഇതുപോലെ നമുക്ക് അല്പം മൈദ ഒന്ന് നേരത്തെ താഴെ ഒന്ന് പുരട്ടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല റൗണ്ടിൽ തന്നെ ഒന്ന് പരത്തി എടുക്കുക. ഇനിയിപ്പോൾ അല്പം ഷേപ്പൊക്കെ ഒന്ന് വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കപ്പോൾ ഷേപ്പ് പറഞ്ഞാലും നമുക്ക് രുചിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു കുറവും സംഭവിക്കില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഈ 3 എണ്ണം പരത്തി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങളെ ഞാൻ ഈ ഒരെണ്ണം മാത്രം തയ്യാറാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ പിസ്സയായിട്ട്. കാരണം 3 എണ്ണം കൂടെ തയ്യാറാക്കി കാണിക്കുന്ന സമയം നിങ്ങൾക്കത് ബോറാകും. അപ്പോൾ ഇത് നമ്മൾ 3 എണ്ണം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ കണ്ടില്ലേ ഇതുപോലെ ഒരു പാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണയെല്ലാം ഒന്ന് നല്ലതുപോലെ പാത്രം മൊത്തം ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പരുത്തി കൊണ്ടുവന്ന മൈദ അതൊന്ന് ഇട്ട് കൊടുക്കുക. അല്പം ഷേപ്പിന് വ്യത്യാസമൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇതിന്റെ പുറത്തേക്ക് പുരട്ടി കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കിയ ടൊമാറ്റോ സോസാണ് നമുക്ക് ഇതിനകത്തേക്കൊന്ന് പുരട്ടി കൊടുക്കേണ്ടത്. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇനിയും തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സോസ് മതി ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. അതും വളരെയേറെ നല്ല ഗുണനിലവാരമുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം വളരെയേറെ വൃത്തിയായിട്ടും അതുപോലെ ഗുണപരമായിട്ട് തയ്യാറാക്കാൻ കഴിയും.
പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചീസാണ് വെച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സാധാരണ ചീസാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കുന്ന കടകളിൽ കിട്ടുന്ന ഷീറ്റ് പോലെ കിട്ടുന്ന ചീസാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് അല്പം രുചി കൂടുതലാണ്. കുട്ടികൾക്ക് ഇതിന്റെ രുചി വളരെയേറെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. ചീസ് എല്ലാം നല്ലതുപോലെ ഒരു ലെയർ ഇതുപോലെ നമുക്കൊന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. അതായത് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വറുത്തെടുത്തത് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിച്ചാൽ മതി. ചിക്കൻ ഉപയോഗിക്കാതെ തന്നെ വെജിറ്റബിൾ പിസ്സ തയ്യാറാക്കുന്നതും വലിയ രുചികരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും ഇതിനകത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. തക്കാളിക്ക് ശേഷം പിന്നീട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കേണ്ടത് സവോള വട്ടത്തിൽ അരിഞ്ഞതാണ് വെച്ചു കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് വേണമെങ്കിൽ ഒലിവിന്റെ കായ നമുക്ക് കടകളിൽ, അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിലാണ് കൂടുതലും പിസ്സ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഉള്ളിയും കൂടെ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് വെച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് ക്യാപ്സിക്കമാണ് വെച്ചു കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഞാനൊരു പ്രത്യേക രീതിയിൽ ഇത് വട്ടത്തിലാണ് ക്യാപ്സിക്ക അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചതുരത്തിൽ കട്ട് ചെയ്യാം, അതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി അല്പം സ്റ്റൈലിന് കൂടിയാണ് ഞാൻ ഇതുപോലെ വട്ടത്തിൽ തന്നെ എല്ലാം കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് ബാക്കി വന്ന ചീസും കൂടെ ഇതുപോലെ ഒന്ന് വെക്കുക. ഞാനിവിടെ കൂടുതൽ ചീസൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം 2 എണ്ണം തയ്യാറാക്കിയിരുന്നു. അതിനകത്ത് ആവശ്യത്തിലുള്ള ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ മുതിർന്നവർക്കൊക്കെ ഒരു ഭയം കാണുമായിരിക്കും, ചീസൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ അല്പം കൂടുതൽ ചീസൊക്കെ ഇട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് നമുക്ക് വലിയ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം, അല്ലെങ്കിൽ ഒരു 12-13 മിനിറ്റ്, അതിൽ കൂടുതൽ സമയം വേണ്ട. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കുക. ഇവിടെ നമ്മുടെ പിസ്സ വളരെയേറെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അതുപോലെ ചെയ്യുക. തന്നെ ഒപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനും